ഹായ് ഗൈസ്, വെൽക്കം ടു അവിസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന NSEയും BSEനെയും കുറിച്ചാണ്. പ്രീവിയസ്ലി നമ്മൾ IPOസിനെ പറ്റി സംസാരിച്ചായിരുന്നു. ആ കമ്പനീസ് എല്ലാം ലിസ്റ്റഡ് ആവുന്ന എക്സ്ചേഞ്ചുകളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതിൽ കമ്പനീസ് രജിസ്റ്റർ ആവുന്ന 2200 മേളിൽ കമ്പനീസ് ഉണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ 5300 5300 മേളിൽ കമ്പനികളുണ്ട്. അതിൽ കുറെ കമ്പനീസ് അടച്ചു പൂട്ടാറുമുണ്ട്, പുതിയ കമ്പനീസ് വരാറുമുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് NSEയിലാണ് കൂടുതൽ വോള്യൂംസ് ട്രേഡ് ആവുന്നത്. അവിടെയാണ് നമുക്ക് ലിക്വിഡിറ്റി ഉള്ളത് കൂടുതൽ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നല്ല നല്ല ഫണ്ടമെന്റലി സ്റ്റോക്സ് ഉള്ളത് NSEയിലായിരിക്കും എപ്പോഴും. BSEയിലും ആ സെയിം സ്റ്റോക്കുകൾ ഉണ്ടാവും, പക്ഷെ അതിൽ വേറെ സ്റ്റോക്കുകളും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവും. അതാണ് അത്തരം സ്റ്റോക്കുകളിൽ രജിസ്റ്റർ ആവാൻ കാരണങ്ങൾ. അപ്പൊ നമുക്ക് ഇതിൽ ബൈയും സെല്ലും ചെയ്യാൻ പറ്റും. NSEയിലാണെങ്കിലും ചെയ്യാം, BSEയിലാണെങ്കിലും ചെയ്യാം. പക്ഷെ ബിഗിനർ ആണെങ്കിൽ BSEയിൽ ട്രേഡ് ചെയ്ത് നോക്കാം. പുതിയ പുതിയ കമ്പനീസ് ഒക്കെ രജിസ്റ്റർ ആവുന്ന അതിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഹോപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഇതിന്റെ സീരീസിന്റെ. താങ്ക് യു.